ഒരു ഉച്ച ദിവസം വളരെയധികം ലേറ്റായി വർക്കിനിടയിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ ഫ്രിഡ്ജിലിരിക്കുന്ന കുറച്ച് ചോറും പഴയ ചോറും ഉദ്ദേശിച്ച് ഇന്നലത്തെ ചോറ് കേട്ടോ. ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചിട്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഇന്നലത്തെ പയറുപ്പേരി ഉണ്ടായിരുന്നു, അതും കൂട്ടിയിട്ട് ചോറ് ഇടണമെന്ന് കരുതി അതിന് പ്രിപ്പറേഷനാണ്. ഞാൻ വലിയ മുളകൊക്കെ എടുത്തിട്ടോ. പിന്നെ എനിക്ക് ഡൗട്ട്, എനിക്ക് എരിവ് ഒട്ടും സഹിക്കില്ല. അപ്പോൾ ആ മുളക് ഞാൻ ഒന്ന് കടിച്ച് നോക്കിയാൽ പറ്റം കടിച്ചൊക്കെ നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ മുളക് മാറ്റിയിട്ട് ചെറിയ മുളക് എടുത്തിട്ടാണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ കൊച്ചു കൊച്ചു കഥകളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് പല കാര്യങ്ങളും ഇങ്ങനെ പറയാനുണ്ട്, പക്ഷേ കേൾക്കാൻ ആളില്ല. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് അത് അവിടെ ഇരുന്നോട്ടെ അല്ലേ. അപ്പോൾ കഥ തുടങ്ങാം. ഒരു കൊച്ചു കഥ. എല്ലാ വീടുകളിലും ഉണ്ടാവും ഇങ്ങനെ ഒരു സ്റ്റോറി. ആരും എന്താ പറയുക, കേൾക്കാത്ത സ്റ്റോറി ഒന്നും ആയിരിക്കില്ല. എൻ്റെ സ്റ്റോറിയിൽ എൻ്റെ മമ്മിയും ഡാഡിയുമാണ് നായകനും നായികയും. എൻ്റെ ഡാഡി മമ്മീനെ വിളിച്ചിരുന്നത് ചിന്നു എന്നാണ് ഡാഡിയും മമ്മീനെ ഓമന പേര് വിളിച്ചിരുന്നത്. അതേപോലെ തന്നെ ഡാഡിയും മമ്മി വിളിച്ചിരുന്നത് മോനു എന്നായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്കെന്നല്ല ആർക്കായാലും ഒരു കുശുമ്പൊക്കെ വരില്ലേ? എന്ത് നല്ല ലൈഫല്ലേ, എന്ത് ക്യൂട്ട് ലൈഫല്ലേ. നല്ല ക്യൂട്ട് കപ്പിൾസ്, ഒരു മകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബുള്ളറ്റിൽ ചെത്തി നടക്കുന്ന ഒരു കാലം തൃശ്ശൂരിൽ. അത് വല്ലാത്തൊരു മെമ്മറീസാണ് എന്നെ സംബന്ധിച്ചോളം. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ ഡാഡി വളരെയധികം സ്നേഹമൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. എൻ്റെ മമ്മീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പാർലറിൽ കൊണ്ടുപോകും, ഫിലിമിൽ കൊണ്ടുപോകും. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഫിലിമിലൊക്കെ കൊണ്ടുപോയിട്ട് തൃശ്ശൂരിൽ പാർക്കിലൊക്കെ പോകും. സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയും മുടങ്ങാതെ പാർക്കിൽ കൊണ്ടുപോകും. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലി. ഒരു കൊച്ചു വീട് ചിമ്മിനി ഡാമിനടുത്തായിട്ട്, പൗണ്ട് എന്ന് പറയും കേട്ടോ. അവിടെ ഹാപ്പി ആയിട്ട് താമസിക്കുന്ന ഒരു കൊച്ചു ഫാമിലി ആയിരുന്നു. ഡാഡി ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് ഒരു ഗവൺമെൻറ് ജോലിയായിരുന്നു. പഴയ എംഎക്കാരനാണ്. അപ്പോൾ നല്ല വരുമാനം ഒക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും. ഒരുപാട് പൊളിറ്റിക്സിലൊക്കെ പങ്കെടുത്തിട്ടൊക്കെ ഉള്ള ഒരാളാണ്. പൊളിറ്റിക്സിലൊക്കെ ഭയങ്കര ഇൻവോൾവ് ആണ്. ഡാഡിയുടെ പേര് സൈനുദ്ദീൻ എന്നാണ്. മമ്മിയുടെ പേര് ഇപ്പം ആരും അറിയണ്ട. ഡാഡിയുടെ സൈനുദ്ദീൻ, ഞാൻ പണ്ടൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ഡാഡീനെ സൈനുദ്ദീൻ എന്നുള്ളതിന് വിളിക്കുന്നതിന് പകരം ചെയിനുണ്ണി എന്നാണ് വിളിക്കാറ്. ചെയിനുണ്ണി എന്ന് വിളിക്കും. ഡാഡിക്കൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ആ ബുള്ളറ്റിൽ ഞാനും ഡാഡി സ്ഥിരമായിട്ട് കറങ്ങലായിരുന്നു. എപ്പോൾ നോക്കിയാലും എവിടേക്ക് പോവുകയാണെങ്കിലും ഡാഡി എന്നെ എടുത്ത ആ ടാങ്കില്ലേ, പെട്രോളിൻ്റെ അതിൻ്റെ ടാങ്ക്, പെട്രോളോ ഡീസലോ അറിയില്ല, പെട്രോളിൻ്റെ ടാങ്കിൽ എന്നെ കയറ്റിയിരുന്നു. എന്നിട്ട് ലോകം മുഴുവൻ ചുറ്റലായിരുന്നു എൻ്റെ പണി. ഡാഡിയുടെ കൂടെ എന്താ പറയുക, ബുള്ളറ്റ് കഴുകാൻ കൂടും, വീടിൻ്റെ ഗേറ്റിന് പെയിൻ്റ് അടിക്കൽ, അങ്ങനെ ഡാഡിയുടെ കൂടെ ഫുൾ ടൈം നടന്നിരുന്ന ഒരാളായിരുന്നു. ഡാഡി എന്നെയും ഭയങ്കരമായിട്ട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഡാഡി എന്നെ ജ്യൂസ് കടയിൽ വെച്ച് മറന്നു വെച്ച് പോയി. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ മമ്മി ചോദിച്ചു, കൊച്ചെവിടെയാന്ന് ചോദിച്ചു. അപ്പോഴാണ് ഡാഡി ഓർക്കുന്നത്, അയ്യോ കൊച്ചിനെ ജ്യൂസ് കടയിൽ വെച്ച് മറന്നുപോയി. അങ്ങനെ ജോസേട്ടൻ്റെ കടയാണ്. ജോസേട്ടൻ്റെ കടയിൽ പോയിട്ട് തിരിച്ചു വന്ന് ഡാഡി നോക്കുമ്പോൾ ഞാൻ ജ്യൂസൊക്കെ കുടിച്ചിങ്ങനെ അവിടെയുള്ള ആൾക്കാരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക, അതെന്താന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നല്ല ഭയങ്കര ഫണ്ണിയായിരുന്നു. നല്ലൊരു ഞാൻ ഒരുപാട് ജീവിക്കാൻ അവസരം കിട്ടാത്തതും എന്ന എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ലോകമായിരുന്നു, നഷ്ടപ്പെട്ടൊരു ലോകമായിരുന്നു. അങ്ങനെ ഒരു ഹാപ്പി ഫാമിലിയാണ്. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൊച്ച് പഴങ്കഞ്ഞി എന്നും പറയും, കഞ്ഞി എന്നും പറയാം, തൈരിട്ട കഞ്ഞി, പയറ്, പപ്പടം, അച്ചാറൊക്കെ ഇട്ട് ഞാൻ അടിച്ചിട്ട് വരാം. രാത്രി എനിക്ക് ഭയങ്കരമായിട്ട് കൊതി വന്നപ്പോൾ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഓഫ് കോഴ്സ് 260 രൂപയ്ക്കാണ് ഒരു ബിരിയാണിക്ക്. പിന്നെ കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു.